എന്ത് പറയുന്നു? അയ്യോ എൻ്റെ അനിയൻ. ഒരുപാട് നാളായല്ലേ ആൾക്കാരെ കണ്ടിട്ട്? ഒരുപാട് നാളായി. കുറെ പേര് പൊന്നു. ഞാൻ പറയായിരുന്നു ഒട്ടനവധി വെല്ലുവിളികൾ നേരിട്ട് അല്ലെങ്കിൽ പ്രതിസന്ധികളൊക്കെ നേരിട്ട് ഇത്രയും ദിവസം അവിടെ തുടരാൻ കഴിഞ്ഞതിലുള്ളൊരു കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു ലാലേട്ടാ. എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഒരു കാര്യമല്ലേ, എല്ലാരോടും എനിക്ക് കുറെ നന്ദിയേ പറയാനുള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ അതിൽ കൂടുതൽ എന്ത് പറയണമെന്ന് അറിഞ്ഞൂടാ. ഒരുപാട് നന്ദി സ്നേഹമുണ്ട്. ഞാൻ ഇവിടം വരെ എത്തുമെന്ന് വിചാരിച്ച ഒരാളല്ല. പറയാനൊന്നും കിട്ടുന്നില്ല. കുറെ ആൾക്കാരെ കാണുന്നു. പൊന്നൂനെയൊക്കെ കണ്ട എൻ്റെ കിളി പോയിരിക്കുന്നു. പൊന്നു എങ്ങനെ ഉണ്ടായിരുന്നു ബിഗ് ബോസ് വീട്ടിലെ ജീവിതം? ഒരു സെക്കൻഡ് അറിയാതിരിയടാ. ബിഗ് ബോസ് വീട്ടിലെ ജീവിതം ഞാൻ വിചാരിച്ച പോലൊന്നും അല്ലായിരുന്നു. ഞാൻ വിചാരിച്ച് പോയത്, ഞാൻ പൊതുവെ തമാശയൊക്കെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ തമാശയൊക്കെ പറയുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് എനിക്ക് അങ്ങനെ ഒരു ഇതായിരിക്കും. പക്ഷെ ഞാൻ അവിടുത്തെ ഒരു വില്ലത്തിയായി മാറി. എല്ലാവരും എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. പക്ഷെ എനിക്ക് എടുത്തു പറയാനുള്ളത് ഗബ്രി, റസ്മിൻ, എന്നെ എല്ലാവരും മാറ്റി നിർത്തിയപ്പോഴും എന്നെ ചേർത്ത് പിടിച്ചിട്ടുള്ളവരാണ്. കുറേ പേരുണ്ടെന്നാലും അവരുടെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ ഞാൻ അവരോട് ചെയ്യുന്നൊരു നീതിയില്ലായ്മ ഇപ്പോൾ എനിക്ക് കിട്ടണം. ഞാൻ പറഞ്ഞ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്ത് ഇത്രയും നിൽക്കുക എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അവാർഡാണ്. അതൊരു വലിയൊരു ഫൈറ്ററാണ് ജാസ്മിൻ. സോ തീർച്ചയായിട്ടും ജാസ്മിൻ്റെ ഇത്രയും ദിവസത്തെ ഒരു ജേണി ഒന്ന് കാണാം. എന്ത് തോന്നുന്നു ഇത് കണ്ടപ്പോ? ഇത്രയും ചെറിയ ഒരു പ്രായത്തില് എന്തൊക്കെയാണ് ഒരു വലിയൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് ഇത്രയും ദിവസങ്ങൾ നിൽക്കുക എന്ന് പറയുന്നത് ഒരു ബ്ലെസ്സിങ് ആണ്. ജീവിതത്തിൽ ആ ബ്ലെസ്സിങ് ഉണ്ടാവട്ടെ. കൂടുതൽ ഉയർച്ചയിലേക്ക് ജാസ്മിന് പോകാൻ സാധിക്കട്ടെ. വളരെ സ്നേഹത്തോടെയും പ്രാർത്ഥനയോടെയും ഗുഡ് ലക്ക്. ഒരു മിനിറ്റ്, ജാസ്മിൻ ഒരു ചെറിയ ഒരു സെക്കൻഡ് ട്രോഫി ഉണ്ട്, ചെറിയ സമ്മാനം. ഓക്കെ.